ഔവിധമായ പത്തവതാരവും ചൊവ്വോടെ ചൊല്ലുവാനാർക്കു കഴിയുന്നു. ദൈവമേ തവ കാരുണ്യം കൊണ്ടുമേ കൈവരേണം കൈവല്യം ഗോവിന്ദ. ഭീമസേനൻ തൻ്റെ ഗത കൊണ്ട് എറിഞ്ഞ് തേരും കുതിരകളും ഒക്കെ നഷ്ടപ്പെട്ട കർണൻ വീണ്ടും കുറേ യോദ്ധാക്കളെയൊക്കെ സംഘടിച്ച് ഒരു രഥത്തിലേറി ആദ്യേ ഭീമനോട് എതിർക്കാൻ വന്നു. ഇവരോടൊന്നും എതിർത്ത് നിന്ന് സമയം കളയുന്നതിൽ അർത്ഥമില്ല എന്ന് വിചാരിച്ച ഭീമസേനൻ വീണ്ടും മുന്നോട്ട് നീങ്ങി കർണനെ അവഗണിക്കാനാണ് ശ്രമിച്ചത്. ഈ സമയത്ത് കർണൻ ഒരുപാട് അസഖ്യമായ വാക്കുകളും അപഹസിക്കാനുമൊക്കെ തുടങ്ങി. അപ്പോൾ ഭീമസേനൻ്റെ രക്തം തിളച്ചു. ഭീമസേനൻ വീണ്ടും കർണനുമായിട്ട് യുദ്ധം തുടങ്ങി. ഈ സമയത്ത് ശക്തമായൊരു വേല് കർണൻ ഭീമൻ്റെ നേർക്കയച്ചു. ഭീമൻ ആ വേലിനെ നിഷ്പ്രഭമാക്കി കളഞ്ഞു. ദേഷ്യം വന്ന ഭീമൻ 2 ശക്തമായ ശരങ്ങൾ കർണൻ്റെ പോർച്ചട്ടയിലെറിഞ്ഞു. അത് പോർച്ചട്ട തിളച്ച് കർണൻ്റെ മാറിൽ കൊണ്ട് രക്തമൊഴുകി കർണൻ പിന്മാറേണ്ടതായിട്ട് വന്നു. കർണൻ ഭീമസേനൻ്റെ മുമ്പിൽ നിന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ദുര്യോധനൻ തൻ്റെ അനുജനായ ദുർജയനെ കർണനെ സഹായിക്കാൻ അയച്ചു. ദുർജയനെ ഭീമൻ ഒരൊറ്റ ശരം കൊണ്ട് തന്നെ തീർത്തു. വീണ്ടും കർണൻ വേറൊരു തേരിൽ കയറി ഭീമസേനോട് എതിർത്തു. ആ തേരും കുതിരകളെയും ഭീമൻ പൊടിച്ചു. അവസാനം കർണന് നിലത്ത് നിന്ന് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു. ഇത് കണ്ട ദുര്യോധനൻ തൻ്റെ അനുജന്മാരോട് ഭീമനോട് എതിർക്കാൻ കൽപ്പിച്ചു. അത് കേട്ട ഉടനെ തന്നെ ദുർമുഖൻ എന്ന ഗാന്ധാരി പുത്രൻ ഭീമനോട് എതിരിടാൻ വന്നു. അവനെയും ഭീമൻ കാലപുരിക്കയച്ചു. ദുർമുഖൻ വീണപ്പോൾ തേര് ഒഴിവുവന്നുല്ലോ. കർണൻ എന്ത് ചെയ്തു? ആ തേരിൽ ചാടിക്കയറി വീണ്ടും ഭീമനോട് എതിർക്കാൻ തുടങ്ങി. അപ്പോൾ കർണനെ സഹായിക്കാനായിട്ട് ദുര്യോധനൻ തൻ്റെ അനുജന്മാരായ ദുർമർഷണൻ, ദുസ്സഹൻ, ദുർമഥൻ, ദുർധരൻ, ജയൻ ഇങ്ങനെ 5 പേരെ സഹായിക്കാനായിട്ട് അയച്ചു. ക്ഷീണിതനായിട്ട് നിൽക്കുന്ന കർണനെ സഹായിക്കാനാണല്ലോ എത്തിയത്. അത് കണ്ടപ്പോൾ കർണൻ ഒരു ഇത്തിരി കൂടിയൊക്കെ ഉഷാറ് കയറി. പക്ഷെ കർണൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ 5 ആളെയും ഭീമസേനൻ കൊന്നു വീഴ്ത്തി. ഇത് കണ്ടപ്പോൾ രാധേന് വലിയ വ്യസനം ഉണ്ടായി. തൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഭീമൻ ഇങ്ങനെ ദുര്യോധനൻ്റെ അനിയന്മാരെ ഇങ്ങനെ കൊല്ല, ഒന്നും ചെയ്യാൻ പറ്റണില്ല. ക്രോധം കൊണ്ട് വിറച്ചിട്ട് കർണൻ വീണ്ടും ഭീമസേനോട് എതിരിടാനെത്തി. എന്നിട്ട് ഗദ എടുത്തിട്ട് ഭീമൻ്റെ നേരെ അങ്ങോട്ട് എറിഞ്ഞു. ഭീമൻ ആ ഗദ മുറിച്ച് കളഞ്ഞു. വീണ്ടും ഭീമൻ കർണനെ നിരായുധനാക്കി. കർണൻ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ദുര്യോധനൻ വീണ്ടും തൻ്റെ 7 അനുജന്മാരെ കർണനെ സഹായിക്കാൻ അയച്ചു. ചിത്രൻ, ഉപചിത്രൻ, ചിത്രാക്ഷൻ, ചാരുചിത്രൻ, ശരാസനൻ, ചിത്രായുധൻ, ചിത്രവർമാവ് ഇങ്ങനെ 7 പേരെയാണ് അയച്ചത്. ഈ 7 പേരെയും കർണൻ നോക്കി നിൽക്കെ ഭീമൻ കൊന്നു. മരിച്ചു കിടക്കണ ആ കൗരവ കുട്ടികളുടെ ശരീരം കണ്ടിട്ട് കർണൻ പൊട്ടിക്കരയാൻ തുടങ്ങി. കർണൻ പിന്നെയും ആവേശം മൂത്ത് ഭീമനോട് എതിർത്തു. ചട്ടയൊക്കെ മുറിഞ്ഞ് ദേഹം മുഴുവൻ ചോര ഒലിപ്പിച്ചുകൊണ്ട് പിന്മാറേണ്ടതായിട്ട് വന്നു. ശരമൊക്കെ തറച്ച് ദേഹത്തൊക്കെ ചോര ഒലിച്ചുകൊണ്ട് നിൽക്കുന്ന കർണൻ്റെ ആ അവസ്ഥ വളരെ പരിതാപകരം തന്നെയായിരുന്നു. ഭീമസേനൻ്റെ ശ്രദ്ധ കർണനിൽ നിന്നും എങ്ങനെയെങ്കിലും മാറ്റിത്തിരിക്കാൻ വേണ്ടി ദുര്യോധനൻ വീണ്ടും തൻ്റെ 7 അനുജന്മാരെ ഭീമനോട് എതിർക്കാൻ വിട്ടു. ശത്രുജയൻ, ശത്രുസഹൻ, ചിത്രൻ, ചിത്രായുധൻ, ദൃഢൻ, ചിത്രസേനൻ, വികർണൻ അങ്ങനെയുള്ള 7 പേരെയാണ് അയച്ചത്. ആ 7 പേരെയും ഭീമൻ കൊല്ലുകയാണ് ചെയ്തു. അതിൽ വികർണൻ്റെ കാര്യത്തിൽ മാത്രം ഭീമന് ചെറിയ സങ്കടം ഉണ്ടായി. നല്ലവനായിരുന്നു, കൊല്ലണ്ടാന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു. പക്ഷെ എന്താ ചെയ്യുക? ഗാന്ധാരിയുടെ എല്ലാ പുത്രന്മാരെയും ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ കൊല്ലുന്ന ശബ്ദമുണ്ടല്ലോ, വേറെ വഴിയില്ല. അതുകൊണ്ട് വികർണനെ കൊല്ലേണ്ടതായിട്ട് വന്നു. അത് ഭീമനെ ചെറുതായിട്ട് സങ്കടപ്പെടുത്തുക തന്നെ ചെയ്തു, പറയാണ്ട് വയ്യ. ഇത്രയൊക്കെ പരാജയം സംഭവിച്ചിട്ടും വീണ്ടും വീണ്ടും വാശിയോടും കൂടി കർണൻ മുമ്പിലേക്ക് വരണത് കണ്ടപ്പോൾ
ഭീമന് ചെറിയൊരു ബഹുമാനം തന്നെ തോന്നി. ഇതിൽ ആശ്ചര്യപ്പെടാണ്ടിരുന്നില്ല. എന്താ ഒരു വാശി! ഇത്രയൊക്കെ പരാജയപ്പെട്ടിട്ടും തോൽക്കാൻ മനസ്സില്ലാത്ത ആ ഹൃദയം ഉണ്ടല്ലോ, അതിനെ അഭിനന്ദിക്കുക തന്നെ വേണം. വീണ്ടും കർണനെത്തി ആദ്യമേ ഭീമസേനോട് എതിർത്തു. ഈ വരവ് വലിയ വരവ് തന്നെയായിരുന്നു. ഈ സമയത്തുള്ള യുദ്ധം കർണൻ്റെ മേൽക്കോയ്മ എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഭീമൻ്റെ തേരും കുതിരകളും ഒക്കെ നഷ്ടപ്പെട്ടു. തറയിൽ നിന്നിട്ടായി. അവിടെ വെച്ചും ഭീമനെ നിരായുധനാക്കി. കുന്തി ദേവിക്ക് കർണൻ കൊടുത്ത ഒരു വാക്കുണ്ടല്ലോ, അർജുനനെ ഒഴിച്ച് ബാക്കി പാണ്ഡവരെ ഞാൻ കൊല്ലില്ലാന്ന്. അതുകൊണ്ട് കർണൻ ഭീമനെ കൊന്നില്ല. വില്ലിൻ്റെ തലകൊണ്ട് തോണ്ടി തോണ്ടി കളിയാക്കാൻ തുടങ്ങി. എടാ ഉദ്ധണ്ണ, ശാപ്പാട്ടുരാമ എന്നുള്ള നിലയ്ക്ക്. ദേഷ്യം വന്ന ഭീമൻ കർണൻ്റെ വില്ല് പിടിച്ച് വാങ്ങിച്ച് ഒടിച്ചു കളഞ്ഞു. പിന്നെയും കാര്യമില്ല, കർണൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. ഭീമൻ തറയിൽ നിന്ന് കഷ്ടപ്പെടുന്നത് കണ്ട സത്യകി ഒരുവിധം മുമ്പിലുള്ള പടകളെയൊക്കെ ഒഴിച്ചു മാറ്റി ഭീമൻ്റെ അടുത്തെത്തി ഭീമനെ പിടിച്ച് തൻ്റെ തേരിലേക്ക് കയറ്റി. സത്യകി ഭീമനെ തൻ്റെ തേരിലേക്ക് ഏറ്റുന്നത് കണ്ട അംബുലേഷൻ ശക്തമായിട്ട് സത്യകയോട് എതിർക്കാൻ വന്നു. അംബുലേഷൻ്റെ തേരും കുതിരകളെയും സത്യകി നശിപ്പിച്ചു. അവസാനം ഒരു കത്തി അമ്പുകൊണ്ട് അംബുലേഷൻ്റെ കണ്ഠവും മുറിച്ചു കളഞ്ഞു. തൃകർത്തന്മാരിൽ വീര യോദ്ധാക്കളായിട്ടുള്ള 10-50 പേര് വന്ന് സത്യകയോട് അങ്ങോട്ട് എതിർത്തു. സത്യകിയുടെ രഥം വട്ടം ചുറ്റിയിട്ടാണ് തൃകർത്തന്മാരോട് എതിർത്തിരുന്നത്. അതൊരു കണ്ട കാഴ്ച തന്നെയായിരുന്നു. കുറച്ച് നേരം നോക്കിയപ്പോൾ തൃകർത്തന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അവർ പിരിഞ്ഞു മാറി. ഇത്തിരിയും കൂടി അങ്ങോട്ട് മുന്നോട്ടേക്ക് നീങ്ങിയപ്പോഴേക്കും കലിംഗ സൈന്യം വന്ന് തടഞ്ഞു. കുറച്ച് സമയം കൊണ്ട് കലിംഗ സൈന്യത്തിൻ്റെ പ്രതിരോധം ഭേദിച്ച് സത്യകി വീണ്ടും മുന്നോട്ട് നീങ്ങി. ഭഗവാൻ അർജുനനെ തോണ്ടി വിളിച്ചു. എന്നിട്ട് അങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞു. ഇടതടവില്ലാണ്ട് ശത്രുക്കളെ അങ്ങനെ നശിപ്പിച്ചിട്ട് വീര്യത്തോടു കൂടി വില്ലും പിടിച്ച് നിൽക്കുന്ന സത്യകിയാണ് അപ്പം അർജുനൻ കണ്ടത്. എന്താ ശനിപുത്രൻ്റെ ഒരു തേജസ്! ആ നേരത്ത് അർജുനൻ മനസ്സാ നമിച്ചു എന്ന് തന്നെ പറയണം. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശീസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.